quick introduction to ethical hacking and ethical hacking and the concepts and the common terminologies and how you can be a ethical hacker. What all skills do you require? And also like what is ethical hacking? And ethical hacking. So what does it comprise? So ethical hacker cyber security consultant security engineer basically just a basic overview. Already time but yeah, sure, we can make up for that. So we come under the banner buffer bytes. College of. So Krishnadev, we both founded this club, and I'm a third year BTech student, and I'm also a cybersecurity consultant at a company called HSS. And Krishnadev, he's my yeah. So I'm general SY and I'm cyber orienters HSS company cybersecurity freelance work. So yeah. And sorry for the time. So yeah, just okay. Getting into the topic real quick. Okay, what is ethical hacking? The hacker hacking cyber realm cyber attack, scamming, hacker and stuff like that. So what is an ethical hacker? So people can speak freely, right? Free just chat update just interactive. So ethical hacking hacker term terminology chats. Just thumbs up or anything. Any response is fine. Yeah. Okay. So who does we refer that to? So misconceptions or hacker or hacking. Basically, it doesn't mean a good thing. ഒരു നല്ല കാര്യമായിട്ടല്ല ഇപ്പൊ ഞാൻ ഒരു ഹാക്കറാണ് അല്ലെങ്കിൽ ഞാൻ ഹാക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇംപ്രഷൻ അല്ല അവിടെ ആൾക്കാർക്കുള്ളത്. സോ ജസ്റ്റ് ഹാക്കിംഗ് അല്ലെങ്കിൽ ഹാക്കിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ആൻഡ് എക്സ്പ്ലോയിറ്റിംഗ് സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് ഇൻ എ സിസ്റ്റം. ഒരു സൈബർ സ്പേസിൽ പറയുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ലൂപ്പ് ഹോൾ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് വാട്ട് എത്തിക്കൽ ഹാക്കർ ഡസ്. സോ ഇത് നല്ലവരുമുണ്ട്, bad side on it. So let's clear the confusions about hacking and stuff like that. So basically ഇത് നമുക്ക് നെസസറി ആണോ ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഡൊമൈൻ നമുക്ക് നമ്മുടെ സൈബർ തലത്തിൽ നെസസറി ആണോ? What do you guys think? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ. അദ്ദേഹം ചാറ്റ്സ്. സോ ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ഈ ഹാക്കിംഗ് ദ ഇൻഫോമസ് ഹാക്കേഴ്സ് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഹൗ ഇസ് ദിസ് യൂസ്ഫുൾ? ഓക്കെ, ഇപ്പോഴും നമ്മൾ പറയുന്നു ഈ സെക്യൂരിറ്റി എക്സ്പ്ലോയിറ്റ്സ് കണ്ടുപിടിക്കുക, ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. സോ അവരെങ്ങനെയാണ് ഹൗ ക്യാൻ ദേ ബി ഗുഡ്? സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ സിസ്റ്റം സെക്യൂർ ആക്കുക അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ സെക്യൂർ ആക്കുക എന്നുള്ളത് നമ്മുടെ as a owner of the organization അല്ലെങ്കിൽ owner of the application, it's their duty. It's their duty to keep their data and their information secure. So a hacker in the sense that നേരത്തെ ഒക്കെ ഇതിനെ people didn't care about security. In the later days of അല്ലെങ്കിൽ the early days of internet, ആൾക്കാർക്ക് സെക്യൂരിറ്റി എന്നൊരു ഒരു ഡൊമൈനിലേക്ക് വലിയ ശ്രദ്ധ ഉണ്ടായില്ല. സോ they just build an app അല്ലെങ്കിൽ they just build a website and they just publish it and that's it. Even big tech companies they didn't have a clue
what could be the side effects, or what could happen. Yeah, what are the adverse effects of security എന്നൊരു എലമെന്റ് നമ്മൾ കണ്ണടച്ചു വിട്ടാൽ അതിന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് നേരത്തെ വലിയ ധാരണ ഉണ്ടായില്ല. സോ നൗ പീപ്പിൾ ആർ ബിക്കമിങ് അവെയർ, എല്ലാവർക്കും കുറച്ചൊക്കെ എല്ലാവരും കുറച്ച് അവെയർ ആയി തുടങ്ങി. സോ ബേസിക് ഹാക്കിംഗ് ഇൻ ദ സെൻസ് ജസ്റ്റ് ഞാൻ പറഞ്ഞു ഫൈൻഡിങ് എ ലൂപ്പ് ഹോൾ. ഇത് അതെവിടെ വേണേലും ആവാം, സൈബർ തലത്തിൽ മാത്രമല്ല, ഈവൻ ഡെയിലി ലൈഫിൽ നമുക്ക് 5 minutes hack, cooking hacks and stuff like that. അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും. സോ it's just finding a loophole in using something. ഒരു സാധനം അതിന്റെ ഇന്റൻഡഡ് വേയിൽ അല്ലാണ്ട് വേറെ എന്തൊക്കെ വേയിൽ നമുക്ക് യൂസ് ചെയ്യാം, എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന്, അത് അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ ഹാക്കിങ്ങിൽ. ആൻഡ് വാട്ട് ഈസ് എത്തിക്കൽ ഹാക്കിംഗ്? ഹാക്കിംഗ് വിത്ത് സം എത്തിക്സ് ഈസ് കോൾഡ് എത്തിക്കൽ ഹാക്കിംഗ്. ദാറ്റ്സ് ഇറ്റ്. സോ എങ്ങനെയാണ് ഒരു എത്തിക്കൽ ഹാക്ക്? സോ ഹൗ ക്യാൻ വി ടേം സംതിങ് ആസ് എത്തിക്കൽ ഹാക്കിംഗ്? എങ്ങനെ ഒരു ഡീഡിനെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിനെ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് ഇത് ചെയ്യാം? ആൻഡ് വാട്ട് ഈസ് അൺഎത്തിക്കൽ ഹാക്കിംഗ്? ആൻഡ് how can we identify the unethical hacking? So what are the constraints for hacking? So we'll get into that. So yeah, Krishnadev, next slide please. Yeah, അതിനു മുമ്പ് നമ്മൾ ഹാക്കിങ്ങിലേക്ക് ജസ്റ്റ് ഒന്ന് ടോഡിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള അറിയേണ്ടതായിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. സോ എസെൻഷ്യൽ ആയിട്ട് അറിയേണ്ട കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. സം ഓഫ് ദം ആർ ലൈക്ക് മോസ്റ്റ് കോമൺലി ആൾക്കാർ യൂസ് ചെയ്യുന്നതും പലരും യൂസ് ചെയ്ത് കേൾക്കുന്നതായിരിക്കും. ഡേറ്റ, ഇൻഫർമേഷൻ ത്രെറ്റ്, വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ്. സോ പീപ്പിൾ ഇൻ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻ ടെക് ഇൻ കോമൺ പീപ്പിൾ യൂസ് ദിസ്. സോ do you have the idea of like ഇങ്ങനത്തെ ടെർമിനോളജീസ് കേട്ടിട്ടില്ലേ? ഡേറ്റ, ഇൻഫർമേഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? സോ എന്താണ് ഇതിന്റെ, what does that mean? Yeah, what does that mean and what does that and the difference and stuff like that. So basic words, data എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി, നമ്മൾ ലേറ്റർ വരുന്ന ടോപ്പിക്സ് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ്. സോ ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഇൻപുട്ട്, സംതിങ് ദാറ്റ് വി ഇൻപുട്ട് ടു ദ കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന റോ ഡേറ്റ, അതിനെയാണ് റോ ഇൻപുട്ടിനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ മീൻ അതിന് ഒരു സെൻസ് ഉണ്ടായിരിക്കണം എന്നില്ല. ഇപ്പോൾ നമ്മളൊരു കാൽക്കുലേഷന് വേണ്ടി 2 നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക, 5 and 7. So that is 5 and 7, that they are individual data. And coming to information, what is information? So computer process data is information. Okay, 5 plus 7 is equal to 12. Yeah. So other information. So it is an information, something that makes sense, or process data is called information. Simple terms athre ullu. Data is a raw input aayirikkum. It doesn't necessarily make sense, but information makes sense. Information is process data. And pinne threat ennu parayumbo, threat is a namukku സൈബറിലെ മേഡം നമുക്കൊരു ഫിസിക്കലി എനിക്ക് ഒരു ത്രെറ്റ് ആണ്, someone is a threat to me എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മീൻസ് ലൈക്ക് സംതിങ് ഓർ someone can cause എനിക്ക് എന്തെങ്കിലും ഹാമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഒരു ഹാം, അല്ലെങ്കിൽ some kind of he can cause some harm to me basically. So a threat in a cyberspace also same തന്നെയാണ്, something that can cause harm to the system. It shouldn't mean it is causing harm. അത് ഹാം ചെയ്യുന്നു എന്നല്ല, അത് ഹാം ചെയ്യാം. ആ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിന്റെ പ്രസൻസ് നമ്മുടെ സിസ്റ്റത്തിന് ഒരു ഹാം ആണ്. ദാറ്റ് ഈസ് എ ത്രെറ്റ്. ഇറ്റ് ക്യാൻ ബി എ പേഴ്സൺ, ഇറ്റ് ക്യാൻ ബി എൻ എക്സ്പ്ലോയിറ്റ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഒരു മാൽവെയർ ആവാം, ഒരു വൈറസ് ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, എന്തും ആയിക്കോട്ടെ. ഡിപ്പെൻഡിങ് ഓൺ ദി സിറ്റുവേഷൻ, ദാറ്റ് ഈസ് എ ത്രെറ്റ്. അതെങ്ങനെയാണ് നമുക്ക് ലേറ്റർ ടൈപ്സ് ഓഫ് അറ്റാക്സിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പോകാം. ആൻഡ് വൾനറബിലിറ്റി. വാട്ട് ഈസ് എ വൾനറബിലിറ്റി? ഇപ്പോ എനിക്കൊരു വൾനറബിലിറ്റി ഉണ്ട്, ഐ ആം എ വൾനറബിൾ പേഴ്സൺ എന്ന് വെച്ചാൽ എന്താ? ലൈക്ക് ബേസിക്കലി ഞാൻ എന്താ പറയാ, എനിക്ക് പല വീക്ക്നെസ്സസ് ഉണ്ട്. എനിക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ള ഒരാളാണ് ഞാൻ എന്ന് വേണമെങ്കിൽ സിമ്പിൾ ടേംസ് നമുക്ക് പറയാം. സോ ഒരു വൾനറബിലിറ്റി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ച് സം കൈൻഡ് ഓഫ് വീക്ക്നെസ് ഓർ ഒരു ഫ്ലോ ഓഫ് ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. That is a vulnerability of system. So
വോണ്ടറബിലിറ്റി നമ്മളൊരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ ഡിസൈനെയോ അല്ലെങ്കിൽ അതിന്റെ ഒരു വീക്ക്നെസ്സിനെയോ നമ്മൾ റെഫർ ചെയ്ത് പറയുന്നതാണ് വോണ്ടറബിലിറ്റി എന്ന് പറയുന്നത്. ബട്ട് ഒരു ത്രെട്ട് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് ഉണ്ടാവാൻ ആ സിസ്റ്റത്തിന് ഒരു ഹാം കോസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻറ്റിറ്റീനെയാണ് നമ്മൾ ത്രെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി സോ ഹൗ ദിസ് ഈ രണ്ട് ടേംസ് എങ്ങനെയാണ് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു വോണ്ടറബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഒരു ത്രെട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ എന്റെ ആ വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്ത് ആർക്കെങ്കിലും someone can act as a threat for me, and that's that. And exploit, the final term or the അവസാനത്തെ ടേം ആണ് exploit. Exploit എന്ന് വെച്ചാൽ defined way to breach the vulnerability. ഓക്കെ, സോ എനിക്കൊരു വോണ്ടറബിലിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല, എനിക്കൊരു വീക്ക്നെസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ ആ വീക്ക്നെസ് അതേപോലെ തന്നെ അങ്ങനെ നിൽക്കും. എനിക്കൊരു ത്രെട്ട് ഉണ്ടായാൽ ആ ത്രെട്ട് എന്നെ ഒന്ന് ഹാം ചെയ്തില്ലെങ്കിൽ ആ ത്രെട്ട് അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് എനിക്ക് വേറെ അതിന് ഹാം ഒന്നുമില്ല. പക്ഷെ എക്സ്പ്ലോയിറ്റ് എന്ന് വെച്ചാൽ ഒരു വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്യുക, ഒരു വീക്ക്നെസ്സിനെ ഒരു വീക്ക്നെസ്സിനെ എന്താ പറയുക, ബ്രീച്ച് ചെയ്യുക, ഡിഫൈൻഡ് വേ ബ്രീച്ച് ചെയ്യുക. അവൻ ഇങ്ങനെ ചെയ്താൽ അവൻ ഹി മൈറ്റ് ബ്രേക്ക്, അല്ലെങ്കിൽ അവനെ ഇങ്ങനെ അവനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ അവന്റെ അടുത്ത് പോയി ബിഹേവ് ചെയ്താൽ അവൻ എക്സ്പ്ലോയിറ്റഡ് ആവാനുള്ള സാധ്യത. സോ ഒരു ഡിഫൈൻഡ് വേ. സോ എക്സ്പ്ലോയിറ്റ് എന്ന് വെച്ചാൽ ഒരു സൈബർ തലത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ സിസ്റ്റം ഇങ്ങനെ ഈ ഒരു വേയിൽ അപ്രോച്ച് ചെയ്താൽ അത് ബ്രേക്ക് ആവും, അല്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു വോണ്ടറബിലിറ്റി ഉണ്ട്, സോ അതിലേക്കിടെ റൈറ്റ് എമൗണ്ട് ഓഫ് റൈറ്റ് മാൽവെയറോ അല്ലെങ്കിൽ റൈറ്റ് മലീഷ്യസ് കോഡ് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം ബ്രേക്ക് ആവാം. So exploit is a defined way to breach a vulnerability. A vulnerability is just a weakness. A threat is something or someone that can cause harm to the system. Okay, and next slide. Okay, and നിങ്ങൾ out there ഇപ്പോൾ കേൾക്കുന്ന കുറച്ച് ടേംസ് ആയിരിക്കും: സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. സോ ഇങ്ങനെ ഈ സൈബർ റിലയൻസിൽ കുറച്ച് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നവർക്ക് ഈ മൂന്ന് ടെർമിനോളജീസ് പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ടായി. സൈബർ സെക്യൂരിറ്റി, ഞാൻ സൈബർ സെക്യൂരിറ്റി കൺസൾട്ടന്റ് ആണ്, അല്ലെങ്കിൽ ചിലർ പറഞ്ഞാൽ എത്തിക്കൽ ഹാക്കറാണ്, ചിലർ പറയും ഞാൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഈ വേർഡ്സിന്റെ വ്യത്യാസം ഉണ്ടോ? ഇതൊക്കെ സെയിം ആണോ? ഇവർ ചെയ്യുന്ന പണി ഒന്നും തന്നെയല്ലേ? ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വർക്ക് ദേ ആർ ഡൂയിങ്. എന്താണ് ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ഫോക്കസ്. സോ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ബേസിക്കലി അവർ ഡിഫൻസിലായിരിക്കും കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. സോ അതിലേക്ക് കുറച്ചുകൂടെ നമുക്ക് പിന്നെ വരാം. എത്തിക്കൽ ഹാക്കിംഗ് കുറച്ചുകൂടെ ഒഫൻസീവ് ആയിട്ടായിരിക്കും. ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഡേറ്റ പ്രൊട്ടക്ഷൻ. സോ ഞാൻ പറഞ്ഞു എത്തിക്കൽ ഹാക്കിംഗ്. സോ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന ഇതിൽ അല്ലെങ്കിൽ സൈബർ ഇടത്തിൽ ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഡൊമൈൻ എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? So there are good guys and bad guys out there, obviously. So hacking, unethical hackers, so hackers that hack without permission, അല്ലെങ്കിൽ hackers that hack for ചീത്ത intentionലോടെ ഹാക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ unethical hackers. അല്ലെങ്കിൽ they are categorized into three called white hat, grey hats and black hats. So hackers that do hacking for money to threaten people. ഇപ്പോൾ പല സ്കാംസ് ഇറങ്ങുന്നുണ്ടല്ലേ, പലരെയും പറ്റിച്ചുകൊണ്ടും പല എന്താ പറയാ ഈ ഡീപ് ഫേക്ക് ഇമേജസ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്, ആൻഡ് പല സ്കാംസ്, പൈസ മണി എക്സ്റ്റോർഷൻ ആൻഡ് സ്റ്റഫ്, അങ്ങനത്തെ പല സ്കാംസ് ഉണ്ടല്ലേ. സോ ഇങ്ങനത്തെയൊക്കെ സൈബർ അറ്റാക്കിന് നമ്മൾ the people who are doing that is called black hat hackers. So next slide. Types of hackers. Okay, so here are a couple of കുറച്ച് types of hackers ഉണ്ട്. ഇത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. So black hat hackers എന്ന് പറഞ്ഞാൽ people with extraordinary skills. They will be really skilled ആയിരിക്കും, നല്ല skilled individuals ആയിരിക്കും, but they will be doing that for money or personal gains. So personal പലരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാക്ക് to get hold of അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ കൈപ്പറ്റാൻ വേണ്ടി അവരുടെ പേഴ്സണൽ ഡിവൈസസ്, മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ അവരുടെ
സോഷ്യൽ മീഡിയ ഡിവൈസസ് ഒക്കെ ഹാക്ക് ചെയ്യുക, അല്ലെങ്കിൽ പല സിസ്റ്റത്തിലും മാൽവെയർ ഇൻജെക്ട് ചെയ്ത് മണി റാൻസം അവരുടെ സിസ്റ്റം ലോക്ക് ഔട്ട് ചെയ്തിട്ട് they will ask for money, and if they give the money they might give the system back, access to the system back, അല്ലെങ്കിൽ ഉറപ്പില്ല. അങ്ങനത്തെ ഒരു സിനാറിയോ ആണ്. So malicious intentോടെ ഹാക്കിംഗ്, those who work out hacking with a malicious intent is called black hat hackers, and white hat hackers are quite the contrary. They do hacking for to prevent black hat hackers. അവരും നല്ല skilled individuals ആയിരിക്കും. They are the people who are working for a company or a government or a state, stuff like that. So what they will be doing is like അവരും ചെയ്യുന്ന പണി സെയിം തന്നെയാ, പക്ഷെ അവരുടെ ഇന്റൻഷൻ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. സോ അവർ ചെയ്യുന്നതും ഇപ്പോൾ ആപ്ലിക്കേഷനെ അറ്റാക്ക് ചെയ്യും, അതിനകത്ത് ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കും, ബട്ട് they will report that loopholes, അല്ലെങ്കിൽ they will report that vulnerabilities to the rightful owners. സോ അവർ ആ ഓണേഴ്സിന് കാണിച്ചു ഓക്കെ ഇവിടെ ഒരു വണ്ടബിലിറ്റി ഉണ്ട്, ഈ സിസ്റ്റം ഇതിന് വണ്ടബിൾ ആണ്, പ്ലീസ് സെക്യൂർ ആക്കണം. അല്ലെങ്കിൽ the people who works in a company, they'll check the system, they will attack the system as if they are a black hat hackers, or a black hat പോലെ, അല്ലെങ്കിൽ it is called offensive hacking. So they are hacking into the system, or offensively they are acting as an offensive entity, ഒരു offensive entity പോലെ act ചെയ്തിട്ട്, and they will find out the vulnerability and they will fix the vulnerability. So the system will secure. So വേറെ ബ്ലാക്ക് ഹാറ്റ്സ് അങ്ങനെ ആ സിസ്റ്റത്തിനെ ടേക്ക് ഓവർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അവര് അത് എന്താ പറയാ, they'll secure the system by attacking the system. So that's how that is where ethical hacking comes in. അങ്ങനത്തെ ആ ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ ആ ഒരു that of performing hacking for good purposes or for good intention is called ethical hacking. And then there are grey hats in the sense, so നമുക്ക് ലീഗലി ഒരു ആപ്ലിക്കേഷനോ ഒരു പ്ലാറ്റ്ഫോമോ എന്തായിക്കോട്ടെ അവര് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ we should first get the consent of the rightful owners. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഹാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷന്റെ ഓണേഴ്സിന്റെ റൈറ്റ്ഫുൾ പെർമിഷൻ നമുക്ക് വേണം. ഓക്കെ, നിങ്ങൾ ഹാക്ക് ചെയ്തു, നിങ്ങൾ ടെസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റ് ഉണ്ട്. സോ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സിസ്റ്റം ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ, ഇൻ എ റൈറ്റ്ഫുൾ വേ, ഇൻ എ ലീഗൽ വേ. സോ ബട്ട് that's how white hat hackers do. White hat hackers അങ്ങനെയായിരിക്കും how they do the hacking. So but grey hat hackers on the other hand, അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇനീഷ്യലി ഒരു പെർമിഷൻ ഇല്ല, ബട്ട് they find the vulnerability, but they report the അത് റൈറ്റ്ഫുൾ ഓണേഴ്സിനടുത്ത് റിപ്പോർട്ട് ചെയ്യും. ഇനീഷ്യലി അവർക്ക് പെർമിഷൻ ഇല്ലെങ്കിലും they are just like freelancers. So Krishnadev here is kind of like a grey hat hack. So he does bug bounty hunting. എന്താണെന്നറിയോ bug bounty? കേട്ടിട്ടുണ്ടോ? anyone? Please update in chats. അങ്ങനത്തെ ഒരു ടെർമിനോളജി കേട്ടിട്ടുണ്ടോ? bug bounty, bug hunters. So what they do is like they go ഇന്റർനെറ്റിലേക്ക് പോയിട്ട് they try out famous അല്ലെങ്കിൽ ഡിഫറെന്റ് വെബ്സൈറ്റ്സ് അവർ തന്നെ ചെക്ക് ചെയ്യും ആസ് ഇഫ് ദേ ആർ എ ഫ്രീലാൻസർ. സോ അവർ തന്നെ എടുത്ത് ചെക്ക് ചെയ്യും, എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ അവരുടെ റൈറ്റ്ഫുൾ ഓണേഴ്സിനെ they'll update the rightful owners. So report അവരുടെ റൈറ്റ്ഫുൾ ഓണേഴ്സിന് സബ്മിറ്റ് ചെയ്യും. സോ അങ്ങനെ ചെയ്യുന്നതിന് ഇപ്പോൾ പല കമ്പനീസും ഒരു ബൗണ്ടി അല്ലെങ്കിൽ ഒരു റിവാർഡ്സ് they'll give them the ഈ ഇൻഡിവിജ്വൽസിനെ കുറച്ച് റിവാർഡ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഇപ്പൊ മിക്ക MNC കമ്പനീസിനും അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ട്, ബഗ് ബൗണ്ടി പ്രോഗ്രാംസ് എന്ന് പറയും. every FAANG companies and top 500 companies have that to keep the system secure. So they actually promote this actually, and rest types of hackers they basically comes under the three. ഇതാണ് 3 മെയിൻ കാറ്റഗറി. ബാക്കിയുള്ള ഹാക്കിംഗ് ജസ്റ്റ് ഒന്ന് വായിക്കാം. അവർ ഈ 3 കാറ്റഗറിയുടെ താഴെ തന്നെയാണ് വരുന്നത്. സൂസൈഡ് ഹാക്കേഴ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ബ്രിങ് ഡൗൺ ചെയ്യാൻ വേണ്ടി വേർഡ് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അവർ എന്തും ചെയ്യും. പോലീസ് പിടിച്ചാലും അവർക്ക് വലിയ പേടിയൊന്നുമില്ല. ആൻഡ് they comes under, obviously they comes under black hats, so their deeds are not justified. Then there are script kiddies എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബും
അല്ലെങ്കിൽ അങ്ങനെ 2-3 ട്യൂട്ടോറിയലൊക്കെ കണ്ട് ഹാക്ക് ചെയ്യാൻ പോകുന്നവരെയാണ് സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറയുന്നത്. ദേ ആർ അൺസ്കിൽഡ് ഹാക്കേഴ്സ് ഹു ജസ്റ്റ് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പ്ലോയിറ്റോ അല്ലെങ്കിൽ ഒരു ടൂളോ ഉപയോഗിച്ചിട്ട് ട്യൂട്ടോറിയലൊക്കെ കണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യുന്നവരെയാണ് സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറയുന്നത്. അവരും ബ്ലാക്ക് ഹാറ്റ്സിന്റെ കീഴിൽ തന്നെ വരുന്നതാണ്. ഒരു ചെറിയ സബ്സെക്ഷൻ ആണെന്നേ ഉള്ളൂ. പിന്നെ സൈബർ ടെററിസ്റ്റ് നിങ്ങൾക്ക് ലാസറസ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് സൈബർ ടെററിസ്റ്റ് ഗ്രൂപ്പ് എയിം ടു ഡിസ്ട്രോയ് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ മുസ്ലിം ഓർഗനൈസേഷൻ പേര് പറഞ്ഞു. എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പിനും ഇപ്പോൾ ഒരു സൈബർ വിങ് ഉണ്ടാവും ടു പ്രൊമോട്ട് ദെയർ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അവരുടെ മോട്ടീവ്സ് പ്രൊമോട്ട് ചെയ്യാനും പിന്നെ പല നേഷൻസിന്റെ ഡു ദ സ്പൈ വർക്ക് ഇൻഫർമേഷൻ ലീക്ക് ചെയ്യാനും അത് ഒബ്റ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടി സോ ദേ ആർ സൈബർ ടെററിസ്റ്റ്. ആൻഡ് പിന്നെ അതിന്റെ ക്വൈറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റേറ്റ് സ്പോൺസർഡ് ഹാക്കേഴ്സ് കംസ് അണ്ടർ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. അവരാണ് ബേസിക്കലി ഈ ഗവൺമെന്റ്സ് എംപ്ലോയ് ചെയ്യുന്ന ഹാക്കേഴ്സ് ആണ്. സോ നമ്മുടെ ആർമിക്കും നമ്മുടെ ഗവൺമെന്റിന് തന്നെ ഒരു സൈബർ വിങ് ഉണ്ട്. ഈവൻ കേരള പോലീസിന് കേരള സൈബർ ഡോം എന്ന് പറഞ്ഞ വിങ് ഉണ്ട്. ഞാനും കൃഷ്ണദേവോട് വോളണ്ടിയർ. സോ എവറി ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ഹാവ് എ സൈബർ ഡൊമൈൻ അല്ലെങ്കിൽ ഒരു സൈബർ വിങ് ഉണ്ടാവും. സോ ബേസിക്കലി ദേ ആർ കോൾഡ് സ്റ്റേറ്റ് സ്പോൺസർ ഹാക്കർ. സോ അവർക്ക് ഒരു സ്റ്റേറ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. ആൻഡ് they fall ഹലോ സോ അവര് ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു നേഷന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഹാക്കേഴ്സ് ആയിരിക്കും. ആൻഡ് there are hacktivists. സോ അവര് ബേസിക്കലി ഗ്രേ ഹാറ്റ്സിന്റെ ഒരു സബ്സെക്ഷനിൽ പെടുന്ന അവരൊരു പൊളിറ്റിക്കൽ അജണ്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യൂ അല്ലെങ്കിൽ അതേ ഐഡിയ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹാക്ക് ചെയ്യുന്നു. ഈ അനോണിമസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർക്ക് അവരുടേതായ ശരിയുണ്ടാവും. ചിലപ്പോൾ അത് sometimes it might be good, sometimes it might be bad, so it depends. So അതാണ് ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ്. പ്രീവിയസ് slide please. So നമ്മൾ സോ നമ്മൾ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഇൻ ദ സെൻസ് കുറച്ചുകൂടെ ഡിഫെൻസീവ് ആയിട്ടായിരിക്കും. സോ നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഒഫെൻസീവ്ലി അറ്റാക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും. ആൻഡ് അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്നുള്ള അറ്റാക്കേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ ടീം ഉണ്ടാവും. സോ പുറത്തുനിന്നുള്ള അറ്റാക്കേഴ്സിനെ ഡിഫെൻഡ് ചെയ്യുന്ന ടീംസിനെയാണ് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്. സോ they ultimately defend the system. While ethical hackers or penetration testers, they do the quite contrary. They attack the system and find loopholes and report again ഉണ്ടാക്കി സോഫ്റ്റ്വെയർ ടീമിനോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ടീമിനോ അവർ ഫോർവേഡ് ചെയ്യും. ഇവിടെ ലൂപ്പോൾസ് ഉണ്ട്, ഇതൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ that's what they do. And information security. So information security എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഉണ്ട്. സോ ഒരു കമ്പനിയുടെ ഡേറ്റ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇൻഫർമേഷൻ അത് സേഫ് കീപ്പിംഗ് മാത്രമേ അവരുടെ ജോലിയുള്ളൂ. സോ അവര് പലപ്പോഴും സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗിന്റെ സബ്സെക്ഷനിലാണ് വരാറ്. ആൻഡ് ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് സോ ഓക്കെ, ഞാൻ ഒരു സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി റോളിലുള്ള ഒരു എംപ്ലോയി. സോ വാട്ട് ഡസ് ഹി ഡു, അല്ലെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത്? സോ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റം സെക്യൂർ ആയി എന്ന് പറയാൻ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം സെക്യൂർ ആയി, എങ്ങനെ നമുക്ക് നമ്മുടെ സിസ്റ്റം സെക്യൂർ ആക്കാം? സോ വാട്ട് ഷുഡ് ബി കോൺസെൻട്രേറ്റ് ഓൺ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? സോ ബേസിക്കലി നമ്മൾ what we are trying to achieve is something called CIA triad. It's confidentiality, integrity and availability. സോ നമ്മൾ അച്ചീവ് ചെയ്യാൻ നമ്മുടെ ഒരു ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ നമ്മളൊരു എന്തിനാണെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്ന കോൺഫിഡൻഷ്യാലിറ്റിയും ഇന്റഗ്രിറ്റിയും അവൈലബിലിറ്റിയാണ്. സോ ദീസ് ആർ ദ 3 pillars ഓഫ് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ 3 pillars ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയും.
but they comes under cybersecurity. So these are the 3 pillars. ഈ മൂന്നും നമ്മൾ ഈക്വലി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. സോ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ preserving authorized restrictions to access and disclosure. So റൈറ്റ് ഇപ്പോൾ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാം, ഇപ്പം ഞാൻ ഒരു മാനേജറാണ് വയ്ക്കുക, എൻ്റെ താഴെ എംപ്ലോയീസ് ഉണ്ട്, എൻ്റെ മേലെ സീനിയർ മാനേജേഴ്സ് ആൻഡ് സിഇഒസ് ഉണ്ടാവും. സോ എംപ്ലോയീസിന് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് റൈറ്റ്സ് ഉണ്ടായിരിക്കും. സോ അവർക്ക് ബേസിക് ചിലപ്പോൾ അത് അവരുടെ ഡേറ്റ കാണുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യാം, ബാക്കിയുള്ളവരുടെ ഡേറ്റ കാണാൻ പറ്റില്ല, അങ്ങനൊരു ഇതുണ്ടായിരിക്കും. ആൻഡ് വേറെ മാനേജേഴ്സിന് കുറച്ചുകൂടെ എലിവേറ്റഡ് പ്രിവിലേജസ് ആയിരിക്കും. അവർക്ക് എന്താ പറയുക, പുള്ളിയുടെ കീഴിലുള്ള എല്ലാ എംപ്ലോയീസിനെയും കാണാൻ പറ്റും. ചിലപ്പോൾ അവരുടെ ആക്സസോ അല്ലെങ്കിൽ അവരുടെ ഡേറ്റ ആണെങ്കിൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കോ മാനേജേഴ്സ് അല്ലെങ്കിൽ പുള്ളിയുടെ വേറെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സ് അങ്ങനെ പുള്ളിയുടെ സെയിം ലെവലിലുള്ള ആൾക്കാരുടെ ആക്സസ് പുള്ളിക്ക് ഉണ്ടായെന്ന് വരത്തില്ല. അതിൽ പുള്ളിയുടെ മേളിലുള്ള സീനിയർ മാനേജേഴ്സിനായിരിക്കും. സോ ഡിഫറെന്റ് ലെവൽ ഓഫ് ഓതറൈസേഷൻസ് ഉണ്ടായിരിക്കും ഒരു എന്താ പറയുക, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ. ഇഫ് മിലിറ്ററി ഓർ ഇഫ് ഇറ്റ്സ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും എല്ലാത്തിലും സെറ്റ് ഓഫ് അതോറിറ്റീസ് ഉണ്ടായിരിക്കും. സോ the higher authorities will have higher privileges and the lower workers will have lower privileges. ഒരിക്കലും ഒരു ലോവർ വർക്കറിന് അവിടുത്തെ സിഇഒയുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജറിന്റെയോ ഓതറൈസേഷൻ കിട്ടിയാൽ ശരിയാകത്തില്ല, അല്ലെ? സോ ഇറ്റ് ഷുഡന്റ് ഹാപ്പൻ. സോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി. സോ നമ്മുടെ ഡേറ്റ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. സോ that is how we obtain confidentiality, by restricting the access to certain people and giving privileges to certain people. സോ നമ്മൾ ഓരോരുത്തർക്കും പല പല പ്രിവിലേജസ് കൊടുക്കും. സോ ഞാൻ കാണേണ്ടതേ ഞാൻ കാണാൻ പാടുള്ളൂ. ഞാൻ എന്ത് കാണണം എന്ന് എനിക്ക് സോ എനിക്ക് ആവശ്യമുള്ളതേ ഞാൻ കാണാവുള്ളൂ. എനിക്ക് വേറൊരാളുടെയോ അല്ലെങ്കിൽ എൻ്റെ മുകളിലുള്ള ഹൈറാർക്കിയിൽ മുകളിലുള്ള ആൾക്കാരുടെ ഡേറ്റ ഇൻഫർമേഷൻ ഞാൻ കാണേണ്ടതല്ല. അതുപോലെ തന്നെ എൻ്റെ താഴെയുള്ള എൻ്റെ ദ പീപ്പിൾ ഹു കംസ് അണ്ടർ മൈ ജുറിസ്ഡിക്ഷൻ, അവർക്ക് എൻ്റെ ഡീറ്റെയിൽസ് കണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഓതറൈസേഷൻ ഉണ്ടാവരുത്. അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള ഓതറൈസേഷനേ ഉണ്ടാവുള്ളൂ. So that is what confidentiality is. So is restricting the access of the data or the information. That is how we implement confidentiality. So ഇപ്പോൾ ഒരു അറ്റാക്കർ വന്ന് പുള്ളി ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഒരു അറ്റാക്കർ അറ്റാക്ക് ചെയ്ത് അതിന്റെ അഡ്മിൻ ആക്സസ് കിട്ടിയാൽ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഒരു പുറത്തുനിന്നുള്ള ഒരു എൻറ്റിറ്റിക്ക് ഒരിക്കലും ഒരു വെബ്സൈറ്റിന്റെ അഡ്മിൻ ആക്സസോ അല്ലെങ്കിൽ അതിന്റെ ഫുൾ പ്രിവിലേജോ ഉണ്ടാവാൻ പാടില്ല, അല്ലേ? സോ ദാറ്റ് ഈസ് എ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് ബാക്ക്ഡോർ കോംപ്രമൈസ്. ആൻഡ് ദെൻ ദെയർ ഈസ് ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ അയക്കുന്ന ഡേറ്റ വേറൊരാൾ വന്ന് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് ടാമ്പർ ചെയ്യാനോ പാടില്ല, ആ ഒരു ഉറപ്പ്. ഇപ്പൊ ഞാൻ വേറൊരാൾക്ക് മെസ്സേജ് അയക്കാം. സോ ഞാൻ ഹായ് എന്ന് വെച്ചാൽ അവിടെ ഹായ് തന്നെ എത്തണം, അല്ലാണ്ട് അവിടെ ബൈ എന്നോ അല്ലെങ്കിൽ വേറൊരു ടാമ്പറിങ്ങോ ഉണ്ടാവാൻ പാടില്ല. സോ ദാറ്റ് ഈസ് ഇന്റഗ്രിറ്റി. സോ അറ്റാക്കറിന് വന്ന് എൻ്റെ ഡേറ്റ ക്യാപ്ചർ ചെയ്ത് അത് മോഡിഫൈ ചെയ്ത് സെൻഡ് ചെയ്യാമെങ്കിൽ അവിടെ ഇന്റഗ്രിറ്റി പോയി, അവിടെ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ എലമെന്റ് പോയി. സോ അപ്പോഴും നമുക്ക് പറയാം നമ്മുടെ സിസ്റ്റം ഇസ് ഹാക്ഡ്. ഓക്കെ, അവർ സിസ്റ്റം ഈസ് ഹാക്ഡ് ഓർ കോംപ്രമൈസ്. then there is availability. So നമ്മളൊരു ഇപ്പോൾ ensuring the timely and reliable access to use of information. So നമ്മുടെ ഇൻഫർമേഷൻ ഇപ്പോൾ നമുക്ക് പല സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ട്, അത് നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആയിരിക്കണം. നമുക്ക് വേണ്ട സമയത്ത് നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ, നമ്മുടെ പ്രൈവറ്റ് ഫയൽസ് നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് വാട്ട് അവൈലബിലിറ്റി ഈസ്. സോ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ആസ് ലോസ്റ്റ്. അത് പോയതുപോലെയാണല്ലോ. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് എന്താ ഗുണം? സോ ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ദാറ്റ് ഈസ് അവൈലബിലിറ്റി. സോ ഒരു അറ്റാക്കറിന് ഒരു സിസ്റ്റം ഹാക്ക് ചെയ്ത് അത് ഡൗൺ ആക്കാം, അല്ലെങ്കിൽ കുറേ ട്രാഫിക് ഒരുമിച്ച് അയച്ച് ആ സിസ്റ്റം കോംപ്രമൈസ് ചെയ്യാം. ആ സിസ്റ്റം ഇപ്പോൾ നമ്മുടെ KTU റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ സൈറ്റ് റെസ്പോൺസ് ആവാണ്ട് വരുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ?
Yeah, so അതൊക്കെ okay. So that is what so basically അതാണ് that is the common pillars of CIA sorry information security. So ഈ മൂന്നും മെയിൻറ്റെയിൻ ചെയ്യാനാണ് സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലിന്റെ ഡ്യൂട്ടി. പിന്നെ പ്രൊഫഷണൽ എൻവയോൺമെന്റ് നമ്മൾ ചെയ്യുന്നത് ഈ മൂന്നും മെയിൻറ്റെയിൻ ചെയ്യാം, ഈ മൂന്നും അച്ചീവ് ചെയ്യാം. സോ ദ സിസ്റ്റം ഒരു അറ്റാക്കർ വന്ന ആ സിസ്റ്റം ഡൗൺ ആക്കരുത്, അല്ലെങ്കിൽ ഈവൻ ഫിസിക്കലി എൻ്ററിങ് ഇൻടു ആ സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ സെർവർ ഒക്കെ നശിപ്പിച്ച് കളഞ്ഞാൽ നമ്മുടെ ഡേറ്റ പോയി. സോ അതും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഹാക്കിംഗ്. ആൻഡ് ഈവൻ ഇഫ് സം അറ്റാക്കർ നമ്മുടെ ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയോ ആക്സസ് ചെയ്തത് മോഡിഫൈ ചെയ്താലും അതും വയലേഷൻ ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി തന്നെയാണ്, അതും സൈബർ സെക്യൂരിറ്റി വയലേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു യൂസർക്ക് അഡ്മിൻ പ്രിവിലേജോ അല്ലെങ്കിൽ അവന് കിട്ടേണ്ടതിലും കൂടുതൽ പ്രിവിലേജ് എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് കിട്ടുന്നു എന്നുണ്ടെങ്കിലും അതും ഇറ്റ്സ് എ ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റി. സോ അഗൈൻ ഇറ്റ് ഷുഡന്റ് ബി ഹാപ്പനിങ്. അല്ലെങ്കിൽ ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആക്സസ് ചെയ്ത് അത് കോൺഫിഡൻഷ്യാലിറ്റി ആണ് അവിടെ ബ്രീച്ച് ചെയ്യുന്നത്. സോ എനിക്ക് അവരുടെ ആക്സസ് ബേസിക്കലി കിട്ടേണ്ടതല്ല. ഇത് സോ ബേസിക്കലി എനിക്ക് എൻ്റെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് മാത്രമേ എനിക്ക് കാണാനോ എഡിറ്റ് ചെയ്യാനുള്ള ആക്സസ് ഉണ്ടാവാൻ പാടുള്ളൂ. വേറൊരാളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ ഡീറ്റെയിൽസ് എനിക്ക് ആക്സസ് ചെയ്യാനോ അത് എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ബൈ ഡിഫോൾട്ട് എനിക്ക് ഉണ്ടാവാൻ പാടില്ല. If I manage to get that is a breach of confidentiality. And okay, next. Okay, so hackers okay, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ടെർമിനോളജി we gone past by the boring part. So നമ്മൾ ഈ ടെർമിനോളജീസും ടൈപ്സ് ഓഫ് ഹാക്കേഴ്സും അങ്ങനത്തെ തിയററ്റിക്കൽ കോൺസെപ്റ്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ കോൺസെപ്റ്റിലേക്ക് കയറാം. സോ എങ്ങനെയാണ് ഒരു ഹാക്കർ ഹാക്ക് ചെയ്യുന്നത്? സോ വാട്ട് ആർ ദ ഡിഫൈൻഡ് വേ ഓഫ് ഹാക്കിംഗ് എ സിസ്റ്റം? ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്. സോ എന്നത്തെ പറഞ്ഞ സ്ക്രിപ്റ്റ് കിഡീസ് ഉണ്ട്. സോ അവര് ജസ്റ്റ് ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസോ സെൽ ഫോൺസോ ചുമ്മാ ഓരോരോ ഇന്റർനെറ്റിൽ നിന്ന് ഓരോരോ എക്സ്പ്ലോയിറ്റ്സോ അല്ലെങ്കിൽ ഒരു മാൽവെയറോ അങ്ങനെ എന്തെങ്കിലും ചെക്ക് ഡു സ്റ്റഫ് ബ്ലൈൻഡ്ലി. ബട്ട് ഒരു ഡിഫൈൻഡ് വേ ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് ഹാറ്റ്സും അല്ലെങ്കിൽ ബ്ലാക്ക് ഹാറ്റ്സും അല്ലെങ്കിൽ ഒരു നേഷൻ ഒരു സ്റ്റേറ്റ് സ്പോൺസർഡ് ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്പോൺസർഡ് ഹാക്കേഴ്സ് അവരൊക്കെ ഹാക്ക് ചെയ്യുന്ന they will have a defined methodology. സോ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ they first ഇപ്പോൾ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യണം എന്ന് if they plan on hacking a system, first thing that they will do is planning and reconnaissance. So അവർ ആ സിസ്റ്റം പഠിക്കും, അവർ ആ സിസ്റ്റത്തിന്റെ ഇൻസ് ആൻഡ് ഔട്ട്സ് ആദ്യം പഠിക്കും. ഇറ്റ്സ് കോൾഡ് റെക്കനസൻസ്. സോ ഇപ്പോൾ അവരൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരാളെയാണ് ഹാക്ക് ചെയ്യാൻ ആളെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അയാളെ അവിടെ പഠിക്കും. ആൻഡ് അവരുടെ മൂവ്മെന്റ്സ് ആൻഡ് അവരുടെ ഹാബിറ്റ്സ് എവറിത്തിങ് ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് എന്താ പറയാ ഒരു ഫേസ് ഓഫ് ഹാക്കിങ്. ബേസിക്കലി പലപ്പോഴും വലിയ ഹാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പുറകില് എങ്ങനെ പോയാലും ഒരു 6 months to 1 year പ്ലാനിങ് ആൻഡ് റെക്കഗ്നൈസൻസ് ഉണ്ടാവും. സോ അത്രയും ടൈം എടുക്കും അവരൊരു എന്താ പറയാ ആ ഒരു സിസ്റ്റം കറക്റ്റ് അങ്ങനെ തറവായിട്ട് പഠിച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു ഹാക്കിംഗ് എന്ന കോൺസെപ്റ്റിലേക്ക് പോകുള്ളൂ. ടു ആക്ച്വലി ഹാക്ക് ദ സിസ്റ്റം അല്ലെങ്കിൽ ടു ആക്ച്വലി എൻഗേജ് ഇൻ ടു ആ സിസ്റ്റം അവരാദ്യം അതിന്റെ കറക്റ്റ്
എല്ലാ സംഭവങ്ങളും പഠിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യണമെങ്കിൽ അതിന് ഡിഫൈൻഡ് വേ ഓഫ് എക്സ്പ്ലോയിറ്റ്സ് വേണം, അതിന് ഡിഫൈൻഡ് മാൽവെയർ അല്ലെങ്കിൽ കോഡ് ഉണ്ടായിരിക്കണം, ഡിഫൈൻഡ് പേലോഡ്സ് ഉണ്ടായിരിക്കണം. സോ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയണം, എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എവിടെയൊക്കെ നമുക്ക് ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കാം. സോ ദിസ് ഈസ് വാട്ട് പ്ലാനിങ് ആൻഡ് റെക്കഗ്നൈസൻസ് ആൻഡ് ഓൾസോ സെക്കൻഡ് സ്റ്റെപ്പ്. സോ സ്കാനിങ്, ഈ രണ്ട് സ്റ്റെപ്പും ഇറ്റ് ഈസ് ഏതാണ്ട് ഒരുമിച്ചാണ്, ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്. റെക്കഗ്നൈസൻസ് കുറച്ചുകൂടെ പാസീവ് ആയിരിക്കും. സോ അവർ ഡയറക്റ്റ്ലി നമ്മുടെ ടാർഗറ്റിംഗ് ആയിട്ട് ഒന്നും ഇത് ചെയ്യത്തില്ല. പബ്ലിക് ഇൻഫർമേഷൻ വെച്ച് കുറേയൊക്കെ പഠിക്കും. അത് കഴിഞ്ഞ് സ്കാനിങ്ങിൽ കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ആയിരിക്കും. സിസ്റ്റം സ്കാൻ ചെയ്യും, സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, കുറച്ചുകൂടെ സെൽത്തി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് സിസ്റ്റം ഇന്ററാക്ട് ചെയ്യും, അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. ദെൻ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് എല്ലാവരും ക്ലിയർ ഐഡിയ ഒക്കെ ആയി കഴിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള മാൽവെയറും അവർക്ക് ആവശ്യമുള്ള ടൂൾ കിറ്റും മെത്തഡോളജീസ് ഒക്കെ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ദെൻ ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ആക്ച്വലി ഗെയിനിങ് ആക്സസ്. സോ അവർ ചിലപ്പോൾ ഒരു പേലോഡോ അല്ലെങ്കിൽ മലീഷ്യസോ പീസ് ഓഫ് കോഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അവരത് ഡിപ്ലോയ് ചെയ്യും ത്രൂ വേരിയസ് മീൻസ്. പല പല വഴികളുണ്ട്, പല പല വഴികളിൽ അവരത് ഡിപ്ലോയ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ ദ ഫേസ് ഓഫ് ഗെയിനിങ് ആക്സസ്. സോ that is the initial phase of hacking. So ഇവിടെയാണ് ബേസിക്കലി ആക്ച്വലി ഹാക്കിംഗ് തുടങ്ങുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ കിട്ടിയ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ആക്സസ് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ ഒരു ബാക്ക് ഡോറോ അല്ലെങ്കിൽ അതിന്റെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വേറൊരു മാൽവെയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യും ടു. സോ അവർക്ക് എപ്പോൾ വേണേലും സിസ്റ്റം ആക്സസ് ചെയ്യാൻ വേണ്ടി. സോ പല പല നേരത്തെ പറഞ്ഞ പല പല വേസിലൂടെ ആയിരിക്കും ഈ ഗെയിനിങ് ആക്സസ്. ചിലപ്പോൾ ഒരു കമ്പനിയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ പല എംപ്ലോയീസിനെ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഡീൽ വെക്കുകയോ, അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഹോൾ റെലം ഓഫ് സബ്സെഷൻ തന്നെയുണ്ട്. അവരെ ഫ്രണ്ട്ലി ആയിട്ട് കുറെയൊക്കെ എന്താ പറയാ, they'll actually manipulate people, manipulate their employees, or അല്ലെങ്കിൽ ചില മലീഷ്യസ് കോഡ്സ് ഉള്ള പെൻഡ്രൈവ് ഒക്കെ അവർ പല പല കമ്പനി അല്ലെങ്കിൽ അത് ആ എംപ്ലോയീസിന്റെ റീച്ചിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്യും. സോ നമുക്കൊരു പെൻഡ്രൈവോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയി നമ്മുടെ കമ്പ്യൂട്ടറിൽ പോയി പ്ലഗ് ഇൻ ചെയ്യും. സോ അങ്ങനെ പല പല വേസ് ഉണ്ട് ഗെയിനിങ് ആക്സസിന്. സോ എപ്പോഴും ആ ഒരു ഇത് ഫീസിബിൾ അല്ല. സോ നമ്മൾ ആക്സസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ വർക്ക് അവിടെ തീരുന്ന വരെ നമുക്ക് എത്ര നാൾ ആ ആക്സസ് വേണോ അതുവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതിന് നമ്മൾ വേറെ എന്താ പറയാ, മലീഷ്യസ് കോഡോ അല്ലെങ്കിൽ അങ്ങനെ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പല പല മെത്തഡോളജീസ് നമ്മളവിടെ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ആക്സസ്. സോ ആക്സസ് കിട്ടി നമ്മൾ അവിടെ വല്ല ബാക്ക്ഡോറോ അല്ലെങ്കിൽ വല്ല മാൽവെയറോ മലീഷ്യസ് കോഡോ പിന്നെ അവിടെ ഇൻജെക്ട് ചെയ്യും. സോ നമുക്ക് എപ്പോൾ വേണേലും ആക്സസ് കിട്ടും. ആൻഡ് അവസാനം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു, നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ആക്ച്വലി ക്ലിയറിംഗ് ലോഗ്സ്. സോ നമ്മളവിടെ ഉണ്ടായി അല്ലെങ്കിൽ നമ്മളവിടെ ആ സിസ്റ്റം ആക്സസ് ചെയ്തു എന്ന ആരും പിന്നെ കണ്ടുപിടിക്കരുത്. ദാറ്റ് ഈസ് സോ അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ ആ ചെയ്ത അത്രയും എഫോർട്ട് മൊത്തം വേസ്റ്റ് ആയല്ലോ. സോ അതിനാണ് ക്ലിയറിംഗ് ലോഗ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു വൈറ്റ് ഹാറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എൻവയോൺമെന്റിൽ അതിന്റെ ആവശ്യമില്ല ശരിക്കും. കാരണം നമ്മൾ അറിവോടെയും സമ്മതത്തോടെയും ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ബട്ട് അല്ലാത്ത പക്ഷം എന്താ പറയാ, ഇപ്പോ ഇറ്റ് ഡിപ്പെൻസ്. നമ്മളിപ്പോ ഒരു നേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പോൺസർ ഹാക്കേഴ്സ് ആണെങ്കിൽ ബേസിക്കലി ഓപ്പോസിറ്റ് ചിലപ്പോൾ ടെററിസ്റ്റ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കൺട്രീസ്, ഓപ്പോസിറ്റ് നേഷൻസിനെയൊക്കെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങനെ ഒരു അവരുടെ സിസ്റ്റം കോംപ്രമൈസ് ചെയ്തു എന്ന് നമുക്ക് അവരെ പിടികൊടുക്കാൻ പറ്റത്തില്ല. വി ഷുഡ് സ്റ്റേ അനോണമസ്. സോ അതിനുവേണ്ടി ക്ലിയർ ദ ലോഗ്സ്. സോ ആരും അവരവിടെ ഉണ്ടായി അല്ലെങ്കിൽ ആ സിസ്റ്റം ബ്രീച്ച് ആയി എന്ന ആർക്കും മനസ്സിലാവരുത്. സോ ലോഗ്സും ട്രാക്സ് ഒക്കെ ക്ലിയർ ചെയ്യും ആൻഡ് then they'll leave the system. ആൻഡ് പക്ഷേ ഒരു പ്രൊഫഷണൽ എൻവയോൺമെന്റിൽ നമ്മൾ അവസാനം ചെയ്യുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് ആയിരിക്കും. നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്ലോയിറ്റ്സും നമ്മൾ കണ്ടുപിടിച്ച വോണ്ടബിലിറ്റി എങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഒരു സിസ്റ്റം കോംപ്രമൈസ് ചെയ്തു എന്ന് നമ്മൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വിൽ ഫോർവേഡ് ദാറ്റ് ടു അവർ സുപ്പീരിയർ മാനേജേഴ്സ് ഓർ ഡെവലപ്പിംഗ് ടീമിലേക്ക് നമ്മളത് ഫോർവേഡ് ചെയ്യും. സോ
അങ്ങനെയാണ് നമുക്ക് ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പാച്ചസ് ഒക്കെ കിട്ടുന്നത്. സെക്യൂരിറ്റി പ്രൊഫഷണൽസ് സിസ്റ്റം ടെസ്റ്റ് ചെയ്ത് പല പല വോണ്ടബിലിറ്റീസ് കണ്ടുപിടിച്ച് ഡെവലപ്മെന്റ് ടീം പാച്ച് ചെയ്താണ് അവർ പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് കോമൺ മെത്തഡോളജി. സോ ക്യാൻ വി എക്സ്റ്റെൻഡ് ദ മീറ്റ് ടു 10:20? നമ്മൾ തുടങ്ങാൻ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് നമുക്കൊരു 10:20 വരെ മീറ്റ് എക്സ്റ്റെൻഡ് ചെയ്താലോ? കുഴപ്പമുണ്ടോ? ചാച്ചി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷനും കൂടെ കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ ഓർത്തായിരുന്നു. ഓക്കെ ഓക്കെ, സോ സ്റ്റക്സ്നെറ്റ് എന്ന് പറഞ്ഞൊരു വോൾണറബിലിറ്റി അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2017 മേ ബി അതിനു മുമ്പായിരിക്കും, എനിക്ക് കറക്റ്റ് ഡേറ്റ് അറിയത്തില്ല. സോ അത് ബേസിക്കലി ഇസ്രായേൽ ആൻഡ് USA ജോയിന്റ് ഓപ്പറേഷൻ ആയിരുന്നു. ഇറാനിയൻ ന്യൂക്ലിയർ ഫെസിലിറ്റി ടാർഗറ്റ് ചെയ്ത്. സോ അതിനുവേണ്ടി അവര് ജോയിന്റ്ലി അവരുടെ ഒരു ജോയിന്റ് ഓപ്പറേഷൻ ഉണ്ടായി. ആൻഡ് ജോയിന്റ് ഓപ്പറേഷൻ ഉണ്ടായി. സോ ഒരു ഫ്രണ്ടൽ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഫിസിക്കൽ അറ്റാക്കിന് പകരം അത് ജസ്റ്റ് ഒരു സൈബർ ഒരു സൈബർ അറ്റാക്കിൽ അവർ ആ മിഷൻ കോംപ്രമൈസ് ചെയ്തു. അതായത് ആ ഫുൾ ന്യൂക്ലിയർ ഫെസിലിറ്റി അവരെ ബ്രിങ് ഡൗൺ ചെയ്തു. ഇറാൻ വാസ് ഡെവലപ്പിംഗ് ന്യൂക്ലിയർ ഹെഡ്സ്, ന്യൂക്ലിയർ ഡെവലപ്പ് ചെയ്യായിരുന്നു. ആൻഡ് ഇസ്രായേൽ ആൻഡ് USA അവരുടെ അവർ ചെയ്ത ഒരു ഇൻഡസ്ട്രിയൽ ലെവൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഒരു നേഷൻ ലെവൽ സൈബർ അറ്റാക്സ് ഇത്രയും ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി അവർ സ്കാനിങ് ആൻഡ് റെക്കണസൻസും ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഒക്കെ അബൌട്ട് 1 വർഷം എടുത്തു. 2.5 വർഷത്തെ ഓപ്പറേഷൻ ആയിരുന്നു. 1.5 വർഷം അവർ ഫുൾ വേറൊന്നും ചെയ്തില്ല. ഫുൾ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങും സ്കാനിങ്ങും അതും ഇതൊക്കെയായിരുന്നു. കാരണം എങ്ങനെ ഇതിൽ കയറി പറ്റാം, ഇതിനകത്ത് എന്താ വോണ്ടബിലിറ്റി, ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സോ ആൻഡ് അത് കഴിഞ്ഞ് അവർ വിൻഡോസ് സിസ്റ്റത്തിന് ഒരു എക്സ്പ്ലോയിറ്റ് ഉണ്ടാക്കി, Windows 7 എക്സ്പ്ലോയിറ്റ് ഉണ്ടാക്കി. ആൻഡ് അവരത് എക്സിക്യൂട്ട് ചെയ്തത് ഈ പെൻഡ്രൈവ്സ് ഇല്ലേ, പെൻഡ്രൈവ്സിൽ ഈ മാൽവേഴ്സ് കയറ്റി. ആൻഡ് അവിടെ ഇൻസൈഡർ അറ്റാക്ക് എന്ന് പറയുന്നത്, അതായത് ഒരു അണ്ടർ കവർ ഏജന്റ്. സോ അവിടെ കയറി പറ്റി. ആൻഡ് he actually plugged the USB into the system. ആൻഡ് അത് ബേസിക്കലി ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ സ്പിന്നിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്തു വിത്തൗട്ട് ഇത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ കാണിക്കാണ്ട് ഡേഞ്ചറസ്ലി ഭയങ്കര ഡേഞ്ചറസ് സ്പീഡ്സിലേക്ക് അത് ഒരു 1 month ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് സ്പിൻ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ഇവഞ്ച്വലി അത് malfunction ചെയ്തു. ആൻഡ് ദാറ്റ് ഹോൾ ന്യൂക്ലിയർ പ്ലാന്റ് വാസ് abolished. അത് മൊത്തം നോട്ട് വർക്കിംഗ് ആയിപ്പോയി. പക്ഷെ അവർക്കൊരു കുഴപ്പം പറ്റിയത്, ഇത് ഇറ്റ്സ് ബേസിക്കലി വോം ആയിരുന്നു. അതായത് ഒരു നെറ്റ്വർക്കിൽ അത് ഇൻഫെക്റ്റ് ആയ വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിൽ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ നെറ്റ്വർക്കിലേക്ക് റെപ്ലിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കും, നെറ്റ്വർക്കിലേക്ക് റെപ്ലിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കും. അവർ ബേസിക്കലി ഇറാൻ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ മാത്രമേ ടാർഗറ്റ് ചെയ്തുള്ളൂ. പക്ഷെ അത് സ്പ്രെഡായി അവസാനം USA വക്കിൽ വരെ എത്തി. സോ അത് ആ ഒരു എക്സ്പ്ലോയിറ്റ് യൂട്ടിലൈസ് ചെയ്ത് WannaCry എന്ന് പറഞ്ഞ റാൻസംവെയർ ഇറങ്ങിയിട്ടുണ്ടായി. ഇറ്റ് വാസ് എ വെരി ഫേമസ് റാൻസംവെയർ. about ഒരു 280,000 സിസ്റ്റം വേൾഡ് വൈഡ് compromise ആയി. WannaCry, it's quite famous actually. So
അത്രയ്ക്കും പോർട്ടന്റ് ആൻഡ് പവർഫുൾ ആയിരുന്നു ആ ഒരു സ്റ്റക്സ്നെറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റക്സ്നെറ്റ് എന്ന് പറഞ്ഞ ഈ ഗൂഗിൾ ചെയ്താൽ മതി. അതിന്റെ ആ ഒരു ഫുൾ സൈബർ ഓപ്പറേഷൻസ് നമുക്ക് കാണാൻ പറ്റും. സോ മെനി പോഡ്കാസ്റ്റ് ആൻഡ് ഓൾ. സോ ജസ്റ്റ് ഒരു സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ അങ്ങനെ ഉണ്ടാക്കുന്ന, അതായത് ഈ നേഷൻ ആക്ടേഴ്സോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസർഡ് ഹാക്കേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ബിഗ് ഓർഗനൈസേഷണൽ സെക്യൂരിറ്റി ടീം അവരുണ്ടാക്കുന്ന വോൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ അതിന് സീറോ ഡേ അറ്റാക്സ് എന്ന് പറയും. അതായത് അങ്ങനത്തെ ഒരു അറ്റാക്ക് ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വോൾണറബിലിറ്റി വേറെ ആരും ഫൈൻഡ് ചെയ്തിട്ടില്ല. അതായത് സീറോ ഡേ എന്ന് പറയാൻ കാരണം that's how many days the vendor അല്ലെങ്കിൽ the owner of the application knows about the exploit. ഓണർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ അറിയാൻ പാടില്ലാത്ത പുതിയൊരു എക്സ്പ്ലോയിറ്റ് ആയിരിക്കും. സോ അതിനുവേണ്ടി it requires a lot of effort. So yeah, and ഒത്തിരി പൈസ ഇടുന്നത് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അറ്റാക്സ്. സോ ടൈപ്സ് ഓഫ് അറ്റാക്ക്, എന്തൊക്കെ ടൈപ്സ് ഓഫ് അറ്റാക്സ് ഉണ്ട്, സോ എങ്ങനെയൊക്കെ നമുക്ക് ഒരാളെ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റീനെ കോംപ്രമൈസ് ചെയ്യാം എന്നൊരു ജസ്റ്റ് ഒരു ചെറിയ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. So there are passive attacks. Passive attacks എന്ന് വെച്ചാൽ ടാർഗറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ടാമ്പർ ചെയ്യാത്ത ടൈപ്പ് ഓഫ് അറ്റാക്സ്. സോ സ്നിഫിങ് ഓർ ഈവ്സ്ട്രോപ്പിംഗ് ആർ കോമൺ എക്സാമ്പിൾസ്. അതായത് ഈവ്സ്ട്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഒരു വർക്കിംഗ് എംപ്ലോയി ആണെങ്കിൽ പുള്ളി പറയുന്നത് ഇങ്ങനെ കേൾക്കുവോ, പുള്ളി അറിയാണ്ട് കേൾക്കുവോ, that is called passive attacks. സ്നിഫിംഗ് ഇൻ ദ സെൻസ് പുള്ളിയുടെ നെറ്റ്വർക്കിന്റെ ഡേറ്റ ക്യാപ്ചർ ചെയ്തിട്ട് അത് ഒരു മോഡിഫിക്കേഷനും ചെയ്യാണ്ട് നേരെ അതിന്റെ സെന്ററിലേക്ക് നമ്മൾ ഇത് ചെയ്യും. സോ ഇറ്റ് ഇസ് എ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. സോ ദ ഹാക്കർ വിൽ സെറ്റ് ഇൻ മിഡിൽ, ഒരു അതായത് സെന്ററിന്റെയും റിസീവറിന്റെയും മിഡില് ഹാക്കർ ഡേറ്റ ക്യാപ്ചർ ചെയ്യും. സെൻഡർ ഡേറ്റ സെൻഡ് ചെയ്യും, റിസീവർക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഹാക്കർ ക്യാപ്ചർ ചെയ്യും, ഡേറ്റ അനലൈസ് ചെയ്യാനെങ്കിൽ ഒരു കോപ്പി എടുക്കും, അത് നേരെ തന്നെ മറ്റേ റിസീവർക്ക് വിടും. സോ അവിടെ വേറെ ടാമ്പറിങ് ഉണ്ടാവത്തില്ല, ടാമ്പറിങ് ഓഫ് ഡേറ്റ ഉണ്ടാവത്തില്ല, ബട്ട് ദ ഹാക്കർ വിൽ ഗെറ്റ് ദ ഇൻഫർമേഷൻ. So that is passive attack. So he won't actively tamper with the data. But whereas active attacks, they are different. They completely disrupt the communication. So denial of service, DOS not get undo. DOS, man in the middle, pala types ഉണ്ട്. So man in the middle, session hijacking, skill injection. So അവർ ബേസിക്കലി വെബ്സൈറ്റ് ഒക്കെ ഡൗൺ ആക്കുക, വെബ്സൈറ്റ് ഒക്കെ ഡീഫേസ് ചെയ്യുക. ചില ഇതൊക്കെ കണ്ടിട്ടുള്ള ഇന്ത്യയുടെ വെബ്സൈറ്റ് പാകിസ്ഥാനിന്റെ ഹാക്കേഴ്സ് ഡീഫേസ് ചെയ്തു, അവരുടെ ഫ്ലാഗും അതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നു, അങ്ങനത്തെ ടൈപ്സ് ഓഫ് ആക്ട് കണ്ടിട്ടില്ലേ. സോ ദാറ്റ് ദേ ബേസിക്കലി ഡിസ്റപ്റ്റ് ദ സിസ്റ്റം, ആക്ച്വലി ഡിസ്ട്രോയ് ഓർ ഡിസ്റപ്റ്റ് ദ സിസ്റ്റം. ദാറ്റ് ഈസ് ആക്റ്റീവ് അറ്റാക്സ്. സിസ്റ്റത്തിന് കേടുപാട്, സിസ്റ്റത്തിന് ഡേറ്റയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഹാക്കിങ്ങിനാണ് ആക്റ്റീവ് അറ്റാക്സ് എന്ന് പറയുന്നത്. ക്ലോസ് ഇൻ അറ്റാക്സ് എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയിനെ നമ്മൾ പറഞ്ഞ് പറ്റിച്ച് സീക്രട്സ് ചോർത്തുക, അല്ലെങ്കിൽ പറഞ്ഞാൽ ഈവ്സ്ട്രോപ്പിംഗ്, ഷോൾഡർ സ്നിഫിംഗ്, ഡംസ്റ്റർ ഡൈവിംഗ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എൻവയോൺമെന്റിൽ അവര് ത്രോ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഫൈനാൻഷ്യൽ ഡേറ്റയോ അല്ലെങ്കിൽ പല ഇൻഫോർമേഷൻ അതിനകത്തുണ്ടാവും. സോ ഹാക്കർ വിൽ ട്രാഷ് എടുത്തിട്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഡേറ്റ ഉണ്ടോ എന്ന് നോക്കും. ദാറ്റ് ഈസ് വാട്ട് ഡംസ്റ്റർ ഡൈവിംഗ് ഈസ്. സോ ഇൻസൈഡർ അറ്റാക്ക് എന്ന് വെച്ചാൽ ഹാക്കർ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു വാലിഡ് എംപ്ലോയി പോലെ ഒരു ഓർഗനൈസേഷനിൽ കയറി പറ്റും, ആൻഡ് ഹി വിൽ അറ്റാക്ക് ദ ഓർഗനൈസേഷൻ ഫ്രം വിത്തിൻ. ഈ സ്പൈസ് ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസോ മേടിക്കുമ്പോൾ അറ്റാക്കർ വിൽ ടാമ്പർ വിത്ത് ഡിവൈസ് ബിഫോർ ഒരു ആളത് മേടിക്കുന്നതിന് മുമ്പ്. അതായത് ഇപ്പൊ ചില കടക്കാരൻ പറയുന്നില്ല, അങ്ങനത്തെ സ്കാംസ് ഉണ്ടാവാറുണ്ട്. സോ
അവര് ഫോൺ വിൽക്കുന്നതിന് മുമ്പ് അതിനകത്ത് വല്ലോ മലീഷ്യസ് സോഫ്റ്റ്വെയറോ അങ്ങനെ എന്തെങ്കിലും കയറ്റി കൊടുക്കും. അത് ചിലപ്പോൾ ഗവൺമെന്റ്സ് ആവാം, ഫോർ മോണിറ്ററിംഗ് പർപ്പസസ്. ചൈന പല ഗവൺമെന്റ്സോ അവര് ബേസിക്കലി എൻഡ് പോയിന്റ്, അതായത് ആൾക്കാരുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഡിവൈസ് ടാമ്പറിങ് പുട്ട് മലീഷ്യസ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ വേറെ ചിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ അറ്റാക്ക്. സോ ഓക്കെ, ഇതിനകത്ത് ഏറ്റവും പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അറ്റാക്ക് ഉണ്ട്. ഹാവ് യു ഹേർഡ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ അറ്റാക്ക് കേട്ടിട്ടുണ്ടോ? നമുക്ക് ഒരു സിസ്റ്റം സെക്യൂർ ആക്കാം. നമുക്കൊരു സിസ്റ്റം ബെസ്റ്റ് വേയിൽ നമ്മൾ സെക്യൂർ ആക്കാം. 100% ആണെങ്കിൽ പോലും നല്ല രീതിയിൽ സെക്യൂർ ആക്കാം. പക്ഷെ എപ്പോഴും അത് വോണ്ടബിൾ ആയിരിക്കും. അതിന്റെ കാരണം വേറൊന്നുമല്ല, അത് ഉപയോഗിക്കുന്ന മനുഷ്യന്മാരായതുകൊണ്ടാണ്. ഈ ഇടയ്ക്ക് ഒരു വലിയ അറ്റാക്ക് ഉണ്ടായിരുന്നു, സോളാർ വിൻസ് എന്ന് പറയുന്ന കമ്പനി. കമ്പനി എന്ന് വെച്ചാൽ ഹാക്കേഴ്സ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിന് അവർക്ക് വേണ്ട ടൂൾസും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇതും പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസാണ്, കമ്പനിയാണ്. അതായത് ഹാക്കേഴ്സിന് ടൂൾസും അവരുടെ സപ്ലൈസും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഹൈ എൻഡ് സോഫ്റ്റ്വെയർസും അങ്ങനത്തെ സംഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. അവരെ ഹാക്ക് ചെയ്തു. ആൻഡ് അവരുടെ സിസ്റ്റം $multi-million സെക്യൂരിറ്റി കൊള്ളില്ല എന്നുകൊണ്ടല്ലായിരുന്നു, വേറെ അവരുടെ സെക്യൂരിറ്റിയിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായത് കൊണ്ടല്ല. അവരുടെ ഒരു എംപ്ലോയിക്ക് ഒരു ഫിഷിംഗ് എന്ന് പറഞ്ഞൊരു ടേമായിട്ട് ഫെമിലിയർ ആണ് ആരെങ്കിലും? ഫിഷിംഗ്, റിയാക്ട് ഓർ ഫിഷിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫിഷിംഗ് ഇമെയിൽസ്. സോ someone sends ഒരു ഫിഷിംഗ് ഒരു ഇമെയിൽ എംപ്ലോയിക്ക് ക്രാഫ്റ്റ് ചെയ്തു. സോ ദ എംപ്ലോയി ലവ്ഡ്, അല്ലെങ്കിൽ ടാർഗറ്റ് എംപ്ലോയി ലവ്ഡ് പെറ്റ്സ്, അനിമൽസ് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി അത് എക്സ്പ്ലോയിറ്റ് ചെയ്തോ ഹിയർ പിക്സ് ഓഫ് സം ക്യൂട്ട് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞൊരു ഇത് ക്രാഫ്റ്റ് ചെയ്ത് ഒരു ലിങ്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പുള്ളി ക്ലിക്ക് ചെയ്തു, എവറിത്തിങ്, ദ $multi-million സെക്യൂരിറ്റി, എവറിത്തിങ് ഇൻ പ്ലേസ്. ഓക്കെ, സോ അതൊക്കെ വെറുതെ പോയി. ദ കമ്പനി വാസ് ഹാക്ക്ഡ്. ആൻഡ് ഇതുപോലെ തന്നെയാണ് പല സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും, പല സെലിബ്രിറ്റീസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഹാക്ക് ആവുന്നത് അല്ലെങ്കിൽ കോംപ്രമൈസ് ആവുന്നത് ഈ ടൈപ്പ് ഓഫ് അറ്റാക്സ് വെച്ചിട്ടാണ്. It's called social engineering. It is basically manipulating the masses, manipulating the people. That is also part of indicating information. So ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് വീഡിയോ ആണ്. ഇറ്റ്സ് ലൈക്ക് ആൾക്കാരോട് പാസ്വേഡ് ചോദിക്കും, അപ്പോൾ ഗിവ് എ ക്ലൂ ആൻഡ് എൻ്റെ പെറ്റിന്റെ പേരാണ്, മേക്കപ്പ് എ കോൺവെർസേഷൻ. സോ ഓക്കെ, എനിക്കും പെറ്റുണ്ട്, എൻ്റെ പെറ്റിന്റെ പേര് ഇങ്ങനെയാണ്, സോ നിങ്ങളുടെ പെറ്റിന്റെ പേര് ഇങ്ങനെ. സോ ദേ വിൽ ഓട്ടോമാറ്റിക്കലി ടെൽ ദ നെയിം ഓഫ് ദെയർ പെറ്റ്, വിച്ച് ഈസ് ബേസിക്കലി ദെയർ പാസ്വേഡ്. So that is tricking people into giving information. So that is basically social engineering. Pala type ഉണ്ട്, phishing ഉണ്ട്, and that is sending carefully crafted emails or messages. And wishing ഉണ്ട്, it is like ആൾക്കാരെ വിളിച്ച് പറ്റിക്കുന്ന ഏർപ്പാട്. And സ്കാമിംഗ് ഒക്കെ ബേസിക്കലി വിഷിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് സ്പിയർ ഫിഷിംഗ് ഉണ്ട്, വെയിൽ ഫിഷിംഗ് ഉണ്ട്. it comes under fishing സബ്സെക്ഷൻ ആയിട്ട് വരുന്നതാണ്. സോ ഒരു ഡെമോൺസ്ട്രേഷൻ ആയാലോ ഹൗ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് പലയിടത്തുനിന്നും പല URLs അല്ലെങ്കിൽ പല വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ പല URLs ഒക്കെ നമുക്ക് കിട്ടും. നമ്മൾ ക്ലിക്ക് ദിസ് URL ടു ഫോർവേഡ്, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അല്ലെങ്കിൽ വീഡിയോസ് അല്ല മൂവീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പല URLs ഒക്കെ നമുക്ക് കിട്ടപ്പെട്ടു. ഒന്നും അറിയാണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യും. സോ വിൽ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ്. വിൽ ഷെയർ URL, ചുമ്മാ ഒരു URL ഷെയർ ചെയ്യാം. Okay. Any volunteers brave enough to click in?
കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പാവങ്ങളാണ്. പേടിക്കൊന്നുമില്ല. ഓക്കെ, ഒരാളായി, രണ്ടാളായി, ജസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ആദ്യത്തേക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. എത്രവരായി കൃഷ്ണദേവ്? ആ, കുഴപ്പമില്ല, ആവശ്യമുള്ളതായിട്ടുണ്ട്. വെരി ഗുഡ്. ഇങ്ങനെ ആരും പറഞ്ഞതും പറഞ്ഞാലും ക്ലിക്ക് ചെയ്തായിരുന്നു. ശരിക്കും അതാണ് വേണ്ടത്. ഓക്കെ, മതി ഇത്ര മതി. ഞാൻ ഓഫ് ചെയ്യാം. ഇനി കയറാൻ പറ്റില്ല. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി സ്ക്രീൻ ഷെയർ ചെയ്യാം. ജെറിൻ പറയും. സോ ഞാൻ പറഞ്ഞ പല ടൈപ്സ് അറ്റാക്സ് ഉണ്ട്. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഫിൽട്ടർ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇപ്പോ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഫിഷിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ബേസിക്കലി ഇങ്ങനെ ആയിരിക്കത്തില്ല. ലിങ്ക് ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യണമെന്ന് ആരും പറയത്തില്ല. അത് ചിലപ്പോൾ മാസ്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഇമേജസിന്റെ ബാക്കിൽ എംബഡഡ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലാവാം. അല്ലെങ്കിൽ ആ ലിങ്ക് ഇപ്പോ കാണിച്ച ലിങ്ക് കുറച്ചൊക്കെ എന്താ പറയാ, കുറച്ചൊക്കെ ഒരു സസ്പീഷ്യസ് ആയിട്ട് തോന്നാം. ഡസന്റ് മേക്ക് എനി സെൻസ്. ബഞ്ച് ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും. ബട്ട് ചിലപ്പോ പിന്നെ facebook.com എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഐ ഹാവ് നല്ല നൈസ് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞിട്ട് ഞാൻ ശരിയായോ? ഓക്കെ, ഞാൻ കേൾക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ അയച്ച ലിങ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാമ്പ് ഫയൽ, അതായത് നിങ്ങളുടെ വെബ് ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫയലായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ പേര് ജസ്റ്റ് ചുമ്മാ അല കൊടുത്തു കഴിഞ്ഞാണ് അല്ലേ? ജസ്റ്റ് മീറ്റിംഗ് കയറി ജസ്റ്റ് ഇഷ്ടംപോലെ ചുമ്മാ അല കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ കേൾക്കാൻ പറ്റും. ഹലോ ഓക്കെ. സോ നമുക്കിപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ക്യാമറയുടെ ആക്സസ് കിട്ടി. ജസ്റ്റ് 3 to 5 സെക്കൻഡ് ലിങ്ക് ചെയ്തു അല്ലേ? നിങ്ങൾ കയറി ജസ്റ്റ് അപ്പോൾ തന്നെ ക്ലോസും ചെയ്തു. ഒരു 5-6 ഫയൽ കിട്ടിയപ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഓടിച്ചിട്ടുള്ളൂ. അവിടെ കാണിക്കുന്നത് ക്ലിക്ക് ചെയ്താൽ കളിക്കാനൊക്കെ ജസ്റ്റ് ഓടിച്ചിട്ടുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്തേ സ്ക്രീൻ ഷെയർ ഇട്ടുണ്ടോ? മറ്റേ പ്രസന്റേഷനാ ആണോ? കാണാം. ഓക്കെ, ജസ്റ്റ് എന്നിട്ട് നിങ്ങളുടെ ക്യാമറ ഈ കാണുന്ന എത്ര പേരാണ് ഇപ്പോൾ എനിക്ക് ക്യാമറ ഫ്രീ കിട്ടിയുള്ളൂ? ഈ കാണുന്ന ഇത്രയും പേരുടെ ഫയൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓടിച്ചുട്ടി കാണിച്ചു തരാം. ക്യാമറ ഫയൽസ് ഉണ്ടോ? ജസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ജസ്റ്റ് ലിങ്ക് ഇട്ടുള്ളൂ. നിങ്ങൾ ജസ്റ്റ് 5 to 6 സെക്കൻഡ്സ് ആണ് അത് വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ ക്യാമറ ആക്സസ് കിട്ടിക്കഴിഞ്ഞു. ഞാൻ ക്ലോസ് ചെയ്യാൻ ടൈം വരെ. അപ്പോൾ അതാണ് ജസ്റ്റ് ബാക്കി ഞാൻ പറഞ്ഞ ഇതാണ് കിട്ടിയ ഫയൽസ് എല്ലാം കാണുന്നുണ്ടോ? ഓപ്പൺ ചെയ്ത് ഓക്കെ. സോ ഇത് വേണമെങ്കിൽ ഇത് നമുക്ക് ഇവിടുന്ന് എത്ര ടൈം വേണേലും ഇത് റൺ ചെയ്യാം. സോ we can, so anyone in the can. So ഇതിപ്പോ ഒരു വാലറ്റ് ലിങ്ക് വന്നിട്ട് നിങ്ങളുടെ ജസ്റ്റ് ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനാണ് സോഷ്യൽ മീറ്റിംഗ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ നമ്മള് ഒരു എന്തെങ്കിലും ഇപ്പോ പല പല സൈറ്റ്സില് അല്ലെങ്കിൽ നമ്മൾ കുറെ സെമിനാർസ് അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന കുറെ സൈറ്റ്സും കുറെ ഗ്രൂപ്പ്സും അത് ഇതൊക്കെ ഉണ്ടായിരിക്കും. KTUന്റെ ബാനറിൽ തന്നെ കുറെ ഉണ്ടാവും. അല്ലെങ്കിൽ കുറെ വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ കുറെ സെമിനാർസ് ഒക്കെ പലവരും ഷെയർ ചെയ്ത് നമ്മുടെ വാട്സാപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. സോ നമുക്ക് ഈ കിട്ടി ഇപ്പൊ തന്ന URL നമുക്ക് മാസ്ക് ചെയ്തൊരു Gmeet അല്ലെങ്കിൽ അങ്ങനെ എന്ത് ജിയോ മീറ്റോ അല്ലെങ്കിൽ സൂം നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. സോ കയറുമ്പോ എല്ലാ മീറ്റിങ്ങിലെ പോലെ ക്യാമറ ആക്സസ് ചോദിക്കും. ക്യാമറ ആക്സസ് ചോദിച്ചിട്ട് ചിലപ്പോൾ അത് വർക്കാവും, ചിലപ്പോൾ അത് വർക്കാവത്തില്ല. ആൻഡ് വർക്കായില്ലെങ്കിൽ നമ്മളൊരുത്തും ചിലപ്പോൾ നമ്മുടെ മീറ്റിങ്ങിന് എന്താ കുഴപ്പമായിരിക്കും. നമ്മൾ പിന്നെ ഒത്തിരി അതിനകത്ത് ബോധർ ചെയ്യാനും പോകത്തില്ല. ബട്ട്
the moment you click the link, എല്ലാ നിങ്ങളുടെ ക്യാമറ ആക്സസ് അഡ്വൈസറി അല്ലെങ്കിൽ അറ്റാക്കറിന് കിട്ടും. And until he stops, you'll getting the നിങ്ങളുടെ സ്നാപ്ഷോട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. So it is kind of one of a kind of attack. So it is kind of ഫിഷിങ്ങിന്റെ ഒരു സബ്സെക്ഷനിൽ തന്നെ വരുന്നതാണ്. ഇതുപോലെ തന്നെയാണ് പലരുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിൽസും അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ഹാക്ക് ആവുന്നത്. സോ പലരും സോ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്ന ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള പാർട്ട്. ഇങ്ങനത്തെ ഒരു ലിങ്ക് ക്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ വലിയ പാടുള്ള കേസല്ല. സോ നമ്മൾ എങ്ങനെ ഡെലിവറി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഈ ലിങ്കോ അല്ലെങ്കിൽ URL അല്ലെങ്കിൽ ഫയലോ എങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. So how we manipulate people. So that is what social engineering is. That is one of the go-to tools, and one of the go-to methods that cybersecurity, hackers use. I won't say cybersecurity, but hackers use, or rather, pen testers, penetration testers. So they actually test the security of the. So ഇങ്ങനെ ഒരു hackers ഇങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണമല്ലോ. അതായത് വി ഷുഡ് പ്രിപ്പയർ അവർ എംപ്ലോയീസ്. ഒരു കമ്പനി ആണെങ്കിൽ നമ്മുടെ എംപ്ലോയീസോ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന അസോസിയേറ്റ്സ് they should be aware of the things that is happening in the cyber world. So there are pen testers who does that. So അവർ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന പ്രൊജക്റ്റിൽ അവരോട് പറയും, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല, ആൾക്കാരെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ആരും കാണാതെ സിസ്റ്റം ആക്സസ് ചെയ്തോ എങ്ങനെ വേണേലും നിങ്ങളിത് അറ്റാക്ക് ചെയ്തോ, എന്നിട്ട് ഇത് എത്രമാത്രം വോൾണറബിൾ ആണ് എന്ന് നമുക്കറിയണം എന്നുള്ള സ്കീമിൽ. ദാറ്റ് ഈസ് അങ്ങനെയാണ് നമ്മൾ അവരെ ഹയർ ചെയ്യുന്നത്. ബേസിക്കലി പെൻഡസ്റ്റേഴ്സ് ആദ്യം ചെയ്യുന്നതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ആദ്യം ആ പെരിമീറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫെസിലിറ്റിയുടെ ഉള്ളിലേക്ക് കയറുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടാസ്ക് കൊടുത്തേക്കുന്നതെങ്കിൽ അവർ ആദ്യം ആ പെരിമീറ്റേഴ്സ് ഫുൾ പഠിക്കും. എന്നിട്ട് അവർക്ക് ഏതെങ്കിലും എംപ്ലോയീസ് ഫ്രണ്ട്ലി ആവും അല്ലെങ്കിൽ എംപ്ലോയീസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അങ്ങനെ പല ടൈപ്പിൽ അവർ അറ്റാക്ക്. സോ എന്നിട്ട് they will give a report. So the employees are not informed, അല്ലെങ്കിൽ അവർ ചോദിച്ചപ്പോൾ തന്നെ ആക്സസ് തന്നു. അവർ പല വേഷം മാറിയൊക്കെ വരും. IT സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതാണെന്നൊക്കെ പറഞ്ഞു വരും. And so that is how penetration testing is done. It is actually the companies ഹയർ ചെയ്യുന്നതാണ്. വേറെ ഒരു മലീഷ്യസ് ഇന്റൻഷനോടെ ആരും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. സോ പല ഡൊമൈനിൽ നമ്മൾ സൈബർ സെക്യൂരിറ്റിക്ക് പല ഡൊമൈൻസ് ഉണ്ട്. It's not confined into the cyber realm, but rather it is also ഇങ്ങനത്തെ കുറച്ചൊരു ഏരിയ ഡൊമൈനും കൂടെ ഉണ്ട്. ഫിസിക്കൽ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വൈഡ് ഏരിയ ഉണ്ട്. ആൻഡ് ഹോപ്പ് വി ഗിവ് കുറച്ച് എന്താ പറയാ ഒരു ബേസിക് ഐഡിയ ഓഫ് സൈബർ സെക്യൂരിറ്റി എന്താണ് ഈ ഒരു സ്മോൾ വർക്ക്ഷോപ്പിലൂടെ മനസ്സിലായെന്ന് തോന്നുന്നു. ബിക്കോസ് വിത്ത് ഓൺലി 1 hour we can do so much. എത്രയും നമുക്ക് ഒരു 1 hour ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് okay, so that's that. And ഞങ്ങളിപ്പോ ഒരു ഫീഡ്ബാക്ക് ലിങ്ക് തരാം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അതിനകത്ത് ഇത് ചെയ്തു. And by this we are concluding our workshop. So എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. And നമുക്ക് ഇനി if the feedbacks are positive we can ഇതുപോലത്തെ സെഷൻസും വർക്ക്ഷോപ്സും വെക്കാം. So thank you. And thank you. So ആ ഫോട്ടോ എടുത്തതായും പേടിക്കണ്ട, ഇപ്പൊ തന്നെ അത് ഒരു AWS ഇൻസ്റ്റൻസ് ആണ്. ഇപ്പൊ തന്നെ മൊത്തമായിട്ട് ഡിലീറ്റ് പേടിക്കണ്ട, അത് ഒന്നുമില്ല.
Okay, yeah, fine. So just giving awareness, guys. So ഇപ്പൊ പലരും ഞങ്ങളോട് വന്ന് ഫേസ്ബുക്ക് ഹാക്കായി അല്ലെങ്കിൽ സോറി ഇൻസ്റ്റഗ്രാം ഹാക്കായി എന്നൊക്കെ ഇപ്പൊ കുറച്ചുകൂടെ കൂടി വരുന്നുണ്ട്. ആൻഡ് ബേസിക്കലി അത് ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാൻ തന്നെയും നമുക്ക് അവിടെ നിന്ന് അവർക്കൊരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ ഓൾറെഡി ജെറിൻ പറഞ്ഞ ബക്ബോണ്ടിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹാക്ക് ചെയ്ത വൾണറബിലിറ്റി നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ ഹാക്ക് ചെയ്യണേക്കാളും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് റിപ്പോർട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ വാല്യൂ അവിടെ നിന്ന് കിട്ടും. മീൻസ് അവർ നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും നമ്മളെ അവരുടെ, കാരണം അവരുടെ സിസ്റ്റം ഉണ്ടെങ്കിൽ അത്ര സെക്യൂർ ആണ്. അത് ഒരാൾക്ക് കയറാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ബേസിക്കലി അറിയാലോ ഒരു $multi-million കമ്പനിയാണ്. സോ അവർ ഒരിക്കലും അവരുടെ ഡാറ്റ പുറത്ത് അവരെ ഒരിക്കലും അവർ അത്രയും എന്താ പൈസ മുടക്കി ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന സെക്യൂരിറ്റി സിസ്റ്റം. ഒരു സാധാ ഹാക്കറിന് ഒരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ല അവരുടെ ഇൻസ്റ്റാഗ്രാം. സോ ബേസിക്കലി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഏത് അക്കൗണ്ട്, ജിമെയിലോ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഹാക്കായി പോകുന്നുണ്ടെങ്കിൽ ഒരു 99% ഓഫ് ടൈം അത് അതിന്റെ യൂസറിന്റെ ഫോൾട്ട് തന്നെയായിരിക്കും. അറിയാണ്ടൊരു ലിങ്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത് ഉണ്ടാവുന്നത്. സോ ഇൻസ്റ്റൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഹ്യൂമന്റെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് ട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് മോസ്റ്റ്ലി ആൾക്കാർ ഉപയോഗിക്കുന്നത്. സോ കഴിഞ്ഞ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ജെറിൻ ഫോം ഫിൽ ചെയ്യാം. ആൻഡ് ഓൾസോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തിട്ടുണ്ട്. ക്യാൻ ആസ്ക് മോർ ഡൗട്ട്സ് ചെയ്യാം. പിന്നെ സമയമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ജസ്റ്റ് ചോദിച്ചാൽ ചാറ്റ് ഇടുക അല്ലെങ്കിൽ മൈക്ക് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഫ്രീ ടു ടോക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ എനിത്തിങ് എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, സോ ഡൗട്ട്സ് ഉള്ളവർക്ക് ജയ്സ് മൈൻഡപ്പ് ചെയ്യല്ലേ? So we are hoping to continue this year, cybersecurity sessions and workshop. Just ഒരു ഓൺലൈൻ വെച്ചത് ബേസിക്കലി മൊത്തം തിയറി സെഷൻസ് ഒക്കെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ അങ്ങനെ ഹാൻഡ്സ് ഓൺ നമുക്ക് ആദ്യമേ ഹാൻഡ്സ് ഓണിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയാണ്. ജസ്റ്റ് തിയറി പോർഷൻസ് മാത്രം ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയാണ്. And in coming days we can hope for hands-on sessions and stuff. So stay tuned and cyber security games ഒക്കെ ഉണ്ട്, CTF എന്നൊക്കെ പറയും. അതിനൊക്കെ we can നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം പതുക്കെ. So I think we are winding up the session, guys. So thank you, take care, bye bye, good night. With this, we have actually reached the end of today's session. I would like to take this opportunity to express my sincere gratitude to Krishnadev and Jerin for spending their valuable time for providing us with the insights that we required. I would also like to extend my gratitude to DataVoid Community for hosting the event in collaboration with FOSSVJCET and GDSC. Last but not the least, I also extend my gratitude to all the participants who have taken the time to be a part of this event. Your presence here today demonstrates your commitment to learning and growing in your career. Thank you and have a good night.
Yeah, thank you. Thank you.